തൊടുപുഴ നാദോപാസനയുടെ അനശ്വര ഗീതങ്ങൾ എന്ന സംഗീത പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ സണ്ണി വെമ്പിള്ളി സാറാണ്. ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിലും സാറിൻ്റെ മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗായിക ആലപിച്ച ഒരു പാട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമുക്ക് ഏവർക്കും ഒരു പക്ഷേ കേരളത്തിൻ്റെ സംഗീതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വർണ്ണലതയെക്കുറിച്ചാണ്. ആ ഗായിക ആലപിച്ച മനോഹരമായ ഒരു ഗാനം നാദോപാസനയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിന് സംഗീതം കൊടുത്തത് സണ്ണി വെമ്പിള്ളി സാറാണ്. നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനേകം പാട്ടുകൾ ആലപിക്കുകയും അതോടൊപ്പം 2 തവണ നാഷണൽ അവാർഡ് വിന്നർ ആവുകയും ചെയ്ത സ്വർണ്ണലതയുടെ മനോഹരമായ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ ആ പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. നമുക്ക് സണ്ണി സാറിലേക്ക് പോകാം. 1980-കളിലെ ഒരു റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ജയേന്ദ്രനെ കൊണ്ട് പാടിപ്പിച്ച ആ പാടത്തെ പൈങ്കിളിയുടെ ആ CD തന്നെ ഈ പാട്ടുമുണ്ട്. സ്വർണ്ണലതയെ കൊണ്ട് അന്നൊരു പാട്ട് പാടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഷീസ് ഹൈലി ബിസി. എല്ലാ ഭാഷകളിലും തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി വരെ പാടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ ഈ പാട്ട് പുള്ളിക്കാരത്തിയെ പഠിപ്പിക്കാനായിട്ട് ഞാൻ അതെങ്ങനെ നമുക്ക് കോണ്ടാക്ട് കിട്ടിയത് ഒരു അപൂർവ ഭാഗ്യമാണ്. പ്രസിദ്ധ ക്യാമറാമാനായിരുന്ന വിൻസെന്റിന്റെ മകൻ ജേനാൻ വിൻസെന്റ് ആണ് എനിക്കിത് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പുട്ടപർത്തിയിൽ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് വിളിച്ചു വരുത്തിയാണ് നമുക്ക് സൗണ്ട് സെൻസ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പാട്ടിന് പുള്ളിക്കാരത്തി ലിറിക്സ് എഴുതിയെടുക്കുന്നത് ഇംഗ്ലീഷിലാണ്. മലയാളം അറിയില്ല. പുള്ളിക്കാരത്തി കർണാടകക്കാരിയാണ്. അപ്പൊ കൂട് വിട്ടു കുഞ്ഞാട് പോയി എന്നുള്ളതാണ്. അപ്പൊ കൂട് വിറ്റു എന്നേ പുള്ളിക്കാരത്തി എഴുതുള്ളൂ. അപ്പൊ ഞാൻ പല തവണ ഇങ്ങനെ പറഞ്ഞാണ് ഒരു വിധത്തിൽ ഒരു 70% വിട്ടാക്കിയത്. കൂട് വിറ്റു എന്ന് പറഞ്ഞു. ഡിവോഷണൽ പാട്ട് പാടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് തന്നെയല്ല നമ്മുടെ ബഡ്ജറ്റിൽ പാടിത്തന്നു. പുള്ളിക്കാരത്തി ഭയങ്കര റെവല്യൂഷൻ വാങ്ങിക്കുന്ന സമയം. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് ഒരു രാഗ ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ രാഗമാണെന്ന് തോന്നുകയേ ഇല്ലാത്ത ഒരു മൂഡായി പാട്ട്. നമ്മുടെ എന്തോ ഒക്കേഷന് വേണ്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എന്താണ് ധ്യാന ഒക്കെ അവസരത്തിൽ മെഡിറ്റേഷൻസിനൊക്കെ പാടാൻ. ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് അഗസ്റ്റിൻ വാൽവരാനച്ചനാണ്, നമ്മുടെ കോട്ടയിലെ. അതെ. അപ്പൊ അദ്ദേഹം 2-3 പാട്ടുകളൊക്കെ എഴുതിയെങ്കിലും ഈ പാട്ടാണ് ആദ്യം നമുക്ക് പുറത്തോട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കിട്ടിയത്. അന്ന് റെക്കോർഡിങ്ങിന് ഈ പാട്ടെല്ലാം പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് സുശീല പാടാണ്. ആ വോയിസിന്റെ മനോഹരമായ ശബ്ദത്തിന്റെ. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായിട്ടും. മനോഹരമായ ഗാനം അല്ലേ? ഉയർന്ന സംഗീതജ്ഞരുടെ മാത്രം ഗാനങ്ങൾ ആലപിച്ചിരുന്ന സ്വർണ്ണലതയെ കൊണ്ട് ഒരു ഡിവോഷണൽ ആൽബം നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ.
എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് ദ ഓൺലി വൺ സോങ്, only one song Christian devotional. അത്രേ ഉള്ളൂ. അതങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസും കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാണ്. പിന്നെ പുള്ളിക്കാരത്തേക്ക് പറ്റിയ പാട്ടും ആ സുശീല പാടുന്ന ടോണുള്ള ഒരു പാട്ടും. ഒരുപക്ഷെ നമ്മുടെ AR റഹ്മാൻ സാറിന്റെ നമ്മുടെ മുക്കാലയൊക്കെ പാടി അല്ലെ? അതെ അതെ അതെ. ആ കാലത്തില് അങ്ങനെ എന്തുമാത്രം ഒരുപാട് പാട്ടുകൾ. വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു പുള്ളിക്കാരത്തേക്ക്. 38ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിൽ അത്രയും പ്രസക്തി വരാത്തത് ഒന്ന് ലാംഗ്വേജിന്റെ പ്രശ്നം, രണ്ട് ചിത്രയും സുജാതയ്ക്ക് ഇവിടെ കത്തി നീക്കുമല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ തമിഴില് ഇഷ്ടമാതിരി നല്ല ചാൻസ് ആയിരുന്നു. ഈ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തേക്കണത് വയലിൻ ജയിക്കപ്പാണ്. 10 വയലിനാണ് ഉപയോഗിച്ചേക്കണേ. എല്ലാം നല്ല സൂപ്പർ ആർട്ടിസ്റ്റുകൾ. ഇന്ന് പിന്നെ നമ്മുടെ കൊച്ചിൻ സ്ട്രിങ്സിലുള്ള ആൾക്കാരൊക്കെയാണ്. മദ്രാസിൽ ചെന്നിട്ടും അവിടുത്തെ സ്റ്റുഡിയോയിലെ റെക്കോർഡിസ്റ്റ് എന്നോട് പറഞ്ഞു, സൂപ്പർ ആയിരിക്കുന്നു സാർ, നല്ല പാട്ടാണ് ഒക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. നമ്മളിപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കാരണം മലയാള ക്രിസ്ത്യൻ ഡിവോഷണൽ ശാഖയിൽ ഈ ഒരു പാട്ട് മാത്രമേ അവർ പാടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ട് അറിയുന്നില്ല. അത് വലിയൊരു കാര്യമല്ലേ ഇത്? തീർച്ചയായിട്ടും. അത് നമ്മുടെ നാദവാസനയിൽ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത്, നാദവാസനയിൽ നിന്ന് പുറത്തിറങ്ങിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടും. അപ്പൊ അതുകൊണ്ട് സങ്കടത്തോടും അഭിമാനത്തോടും കൂടി നമുക്ക് പറയാം, സ്വർണ്ണലതയ്ക്ക് ഒരു പൊട്ട് കുത്തണ രീതിയിലായി ക്രിസ്ത്യൻ ഡിവോഷനിൽ കിടക്കുന്നത്. വേറെ പാട്ടില്ലല്ലോ. അപ്പോൾ ശ്രീ സ്വർണ്ണലത എന്ന ആ ഒരു വലിയ പ്രതിഭയ്ക്ക് മുമ്പിൽ ആദരമർപ്പിച്ചുകൊണ്ട് മലയാള ക്രിസ്ത്യൻ സംഗീത ശാഖയ്ക്ക് മനോഹരമായ ഒരു ഗാനം നമ്മുടെ നാദോപാസനയിൽ നിന്ന് അത് പുറത്തിറക്കാനായിട്ട് സാധിച്ചതിലുള്ളൊരു സന്തോഷവും കൂടി പങ്കുവെച്ചുകൊണ്ട് സാറിന് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാനായിട്ട് ഉള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് സാധിച്ചതിൽ സാറിനെ അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായൊരു ഗാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.